PV അൻവറിന്റെ ആരോപണങ്ങളിൽ ADGP MR അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകി വിജിലൻസ്. ആഡംബര വീടും ഫ്ളാറ്റ് വിൽപ്പനയുമെല്ലാം നിയമാനുസൃതം. സ്വർണ്ണക്കടത്ത് ആരോപണത്തിൽ കഴമ്പില്ലെന്നും വിജിലൻസ്. അന്തിമ റിപ്പോർട്ട് 2 ആഴ്ചയ്ക്കകം DGPക്ക് സമർപ്പിക്കും. അനധികൃത സ്വത്ത് സമ്പാദനം, കവടിയാറിലെ ആഡംബര വീട് നിർമ്മാണം, കുറവൻകോണത്തെ ഫ്ളാറ്റ് വിൽപ്പന, മലപ്പുറം SP-യുടെ ക്യാമ്പ് ഓഫീസിലെ മരമുറി തുടങ്ങി PV അൻവർ ഉയർത്തിയ ആരോപണങ്ങളിൽ ഒന്നും കഴമ്പില്ലെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. കവടിയാറിലെ വീട് നിർമ്മാണത്തിനായി SBയിൽ നിന്ന് 1.5 കോടി രൂപ വായ്പയെടുത്തെന്നാണ് വിജിലൻസ് കണ്ടെത്തൽ. സർക്കാരിനെ അറിയിച്ച സ്വത്ത് വിവര പട്ടികയിലും ഉൾപ്പെടുത്തിയാണ് വീട് നിർമ്മാണം പുരോഗമിക്കുന്നത്. കുറവൻകോണത്ത് ഫ്ളാറ്റ് വാങ്ങി ദിവസങ്ങൾക്കുള്ളിൽ ഇരട്ടി വിലയ്ക്ക് മറച്ചുവിറ്റുവെന്ന ആരോപണത്തിലും വിജിലൻസ് ക്ലീൻ ചിറ്റ് നൽകുന്നു. 2009-ൽ കോണ്ടൂർ ബിൽഡേഴ്സുമായി 37 ലക്ഷത്തിനാണ് ഫ്ളാറ്റിന് കരാർ ഒപ്പിട്ടത്. ഇതിനായി 25 ലക്ഷം രൂപ വായ്പയും എടുത്തു. എന്നാൽ 2013-ൽ കമ്പനി കൈമാറിയ ഫ്ളാറ്റ് സ്വന്തം പേരിലേക്ക് മാറ്റി രജിസ്റ്റർ ചെയ്യാൻ അജിത് കുമാർ വൈകിയെന്നാണ് കണ്ടെത്തുന്നത്. വിൽപ്പന സമയത്ത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി സ്വന്തം പേരിൽ രജിസ്റ്റർ ചെയ്തെന്ന് മാത്രം. 8 വർഷം കൊണ്ട് 65 ലക്ഷം രൂപയിലേക്ക് ഫ്ളാറ്റിന്റെ മൂല്യം വർദ്ധിച്ചെന്നും വിജിലൻസ് റിപ്പോർട്ടിലുണ്ട്. മലപ്പുറം SP സുജിത് ദാസിന്റെ ഒത്താശയോടെ കരിപ്പൂർ വഴി നടന്ന സ്വർണ്ണക്കടത്തിന്റെ വിഹിതം അജിത് കുമാറിന് ലഭിച്ചു എന്നതായിരുന്നു മറ്റൊരു ആരോപണം. ക്ലീൻ ചിറ്റ് മാത്രമല്ല, ഇതിൽ സുജിത് ദാസ് SP ആയിരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സ്വർണം പിടികൂടിയതെന്നും വിജിലൻസ് പറയുന്നു. മലപ്പുറം SP-യുടെ ക്യാമ്പ് ഓഫീസിലെ മരമുറി ആരോപണവും വിജിലൻസ് തള്ളുന്നു. 3 മാസം നീണ്ട അന്വേഷണത്തിന്റെ അന്തിമ റിപ്പോർട്ട് 2 ആഴ്ചയ്ക്കകം DGPക്ക് കൈമാറും. അജിത് കുമാറിന് സ്ഥാനക്കയറ്റം നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് വിജിലൻസിന്റെ ക്ലീൻ ചിറ്റും ലഭിക്കുന്നത്. ADGPക്കെതിരെ ഇനി നിലവിലുള്ളത് തൃശൂർ പൂരം അട്ടിമറിയിലെ അന്വേഷണം മാത്രം. ജനം, തിരുവനന്തപുരം.